നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അമ്മയുടെ കൂടെ വരണം. ചെമ്പകമംഗലത്ത് അടുക്കളയിൽ കിടന്ന് നശിക്കാനുള്ളതല്ല നിന്റെ ജന്മം. നിന്റെ ലോകം വിശാലമാണ്. ആലോചിക്ക്. ഇപ്പൊ പൊയ്ക്കോ. നീ ഫൈനലായിട്ട് അവരോടൊന്ന് ചോദിക്ക. ഇതിനി വച്ച് താമസിപ്പിക്കണ്ട. അവരൊരു തീരുമാനം പറയുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിലേക്ക് നീങ്ങാം. മോളവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. ശരി മുത്തശ്ശ. ഹോസ്പിറ്റലിൽ പോയവര് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ജേട്ടനോട് ഒത്തിരി നന്ദിയുണ്ട് എന്നെ ശുശ്രൂഷിച്ചതിന്. എന്താ ദേവി ഇങ്ങനെ പറയുന്നത്? എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴും ശുശ്രൂഷിച്ചത് ദേവിയല്ലേ? വാസ്തവത്തിൽ ദേവിയോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത്? അത് ശരി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞു കളിക്കുക. കൊള്ളാം. കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു കളഞ്ഞല്ലേ? എല്ലാം മാറി. ഫുൾ ചെക്കപ്പ് നടത്തി. എനിക്കൊന്നുമില്ല. ഏതായാലും കുറച്ചു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് മതി ജോലികളൊക്കെ. ഓടി ചാടി അടുക്കളയിലേക്ക് ഒന്നും കയറണ്ട. അമ്മയുടെ കാര്യത്തില് അച്ഛൻ എന്തൊരു ടെൻഷനാന്ന്. എന്താ ഒരു ടെൻഷൻ? അച്ഛൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ദേവിക്ക് അതെടുത്തു കൊടുക്കുന്നു ഇതെടുത്തു കൊടുക്കുന്നു. എങ്ങനെയുണ്ടോ ഒരു സ്നേഹം? പോടിയാടുന്നു. അല്ല, ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാ. അമ്മ അച്ഛനുമായിട്ടുള്ള കല്യാണത്തിന് ഇനിയെങ്കിലും സമ്മതിക്കണം. എന്താ ആ കാര്യം ചോദിക്കുമ്പോ മാത്രമൊന്നും മിണ്ടാത്തെ? അച്ഛനൊന്നും പറയാനില്ലേ? ഞാൻ എന്റെ ദേവിയോട് ഒരു തെറ്റ് ചെയ്തു പോയില്ലേ മോളെ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. ഒരിക്കലും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ എന്റെ ദേവിയോട് ചെയ്തത്. എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. ക്ഷമിക്കണമെന്ന് മാത്രമേ ദേവിയോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളൂ. ചേട്ടാ, അച്ഛൻ എല്ലാവരും പറയുന്ന ആ തെറ്റിലേക്ക് പോയതുകൊണ്ടാ അമ്മയ്ക്ക് ഞാനും നീ മകളുണ്ടായത്. മീനാക്ഷി, ഒരാളൊരു തെറ്റ് ചെയ്ത് പോയിന്ന് വെച്ച് അയാളെ ജീവിതകാലം മുഴുവൻ ശത്രുവാക്കണോ അമ്മേ? ഇങ്ങനെ വെറുക്കണോ? നിർത്ത്. ജേട്ടൻ എന്റെ ശത്രുവെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ചങ്കി കുത്തുന്ന വർത്തമാനം പറയരുത്. എനിക്കത് സഹിക്കില്ല. അയ്യോ, എന്താ ഞാനീ കേക്കുന്നെ? അപ്പോ അമ്മയ്ക്കിപ്പോഴും അച്ഛനോട് മുടിഞ്ഞ പ്രേമാണോ? മീനാക്ഷി, നീ തല്ല് മേടിക്കുവേ. നിനക്ക് വേണ്ടി മാത്രം എല്ലാം മറന്ന് ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇമോഷണൽ ഒന്നും ആകണ്ട വല്യമ്മ. വല്യമ്മ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, വന്ന കാര്യം പറ കാർത്തേട്ടാ. ക്ഷണിക്കേണ്ടത് ഞാനല്ലല്ലോ, മീനാക്ഷിയല്ലേ? ശരിയാ, ക്ഷണിക്കാനുള്ള അർഹത കൂടുതലും എനിക്കാണ്. അല്പം വൈകിപ്പോയതിൽ ക്ഷമിക്കണം. നാളെ രാവിലെ 10-നും 10:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണമാണ്.
ബാക്കി കൂടി പറയും മീനാക്ഷി. കല്യാണത്തിനും തുടർന്നുള്ള വിരുന്ന് സൽക്കാരത്തിനും കാലെ കൂട്ടി പങ്കെടുക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട. എന്തെങ്കിലും ഉടായ്പും കൊണ്ട് ആ പരിസരത്ത് വന്നേക്കരുത്. ഇത് മുൻകൂട്ടി അറിയിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വാ കാർത്തേട്ടാ. നിക്കണേ അവിടെ. നീ എന്നെ ആക്ഷേപിച്ചിട്ട് ബഹുമിടിക്കേട്ടങ്ങ് പോവോ? എന്റെ മാധുരിയുടെ മകളായി നീ എന്റെ മകളാ, അത് മറക്കണ്ട. നിന്നെ ഈ തറവാട്ടിൽ വാഴിച്ചിട്ടേ ഞാൻ പോകും. എനിക്ക് അങ്ങനത്തെ ഒരു തറവാടും വേണ്ട. അത് വേണോ വേണ്ടയോന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നീ കളിയാക്കിക്കൊണ്ട് എന്നെ കല്യാണം ക്ഷണിച്ചു. നീ ആരുടെ കല്യാണമാ നടത്താൻ പോകുന്നതെന്ന് അറിയാമോ? നിന്റെ അമ്മയെ കൊന്നുകളഞ്ഞ 2 പേരുടെ കല്യാണം. എന്റെ അമ്മ ആരും കൊന്നൊന്നും അല്ലല്ലോ. ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചതാ. അല്ല, നിന്റെ അമ്മയെ കൊന്നത് തന്നെയാ. നോ, ഐ എം ദ വിറ്റ്നസ്. ഞാൻ സാക്ഷിയാ. ഞാൻ നോക്കി നിൽക്കുക എന്റെ അമ്മ താഴേക്ക് വീണ് മരിച്ചത്. ജയറാമിനും നന്ദിനിക്കും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മാധുരിയെ കൊന്നതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തില്ലേ അമ്മായി? ചെമ്പകമംഗലത്തോടുള്ള ശത്രുത വെച്ച് എന്ത് അപവാദവും പറഞ്ഞു പരത്താമെന്ന് കരുതരുത്. അമ്മായി പലവട്ടം പലതരത്തിൽ ചെമ്പകമംഗലത്തുള്ള ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നു. ഒടുവിൽ എന്റെ അമ്മയെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിലും അമ്മായിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, കഴുകനെ പോലെ ചിറകടിച്ച് ചെമ്പകമംഗലത്തിന് മുകളിലൂടെ പറക്കരുത്. ചിറകും തലയും ഞാൻ വെട്ടിക്കളയും. വാ മീനാക്ഷി. മീനാക്ഷി നിൽക്ക്. നീ എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. കാരണം ഒരമ്മയുടെ വാത്സല്യമാണ് എനിക്ക് എന്റെ മകളായ നിന്നോട്. നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഈ വല്യമ്മ ഇവരുടെയൊക്കെ ശത്രുവാവുന്നത്. നീ ഈ അമ്മയുടെ കൂടെ വരണം. ചെമ്പകമംഗലത്ത് അടുക്കളയിൽ കിടന്ന് നശിക്കാനുള്ളതല്ല നിന്റെ ജന്മം. നിന്റെ ലോകം വിശാലമാണ്. ആലോചിക്കേ. ഇപ്പൊ പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.